നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെന്താമരയ്ക്ക് തൂക്കുകയർ കിട്ടുമോ? കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതാണ്. കാരണം ചെന്താമര ഇരട്ട കൊലപാതക കേസിൽ കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇന്ന് ശിക്ഷ വിധിക്കേണ്ടതാണ്. എന്നാൽ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ശിക്ഷാവിധി കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറുവാദം നടക്കാറുണ്ട്. അത് പ്രതിഭാഗവും വാദിഭാഗവും എല്ലാം പ്രോസിക്യൂഷനുമെല്ലാം ഇക്കാര്യം വാദിക്കും. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷയായ തൂക്കുകയർ കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ പ്രതിഭാഗം അത് നൽകരുത്, അത് പരമാവധി കുറയ്ക്കണം, കാരണം പ്രതിക്ക് മാനസാന്തരം വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് വാദിക്കാറുള്ളത്. അങ്ങനെയാണ് ഈ കേസും പുരോഗമിച്ചത്. എന്നാൽ ഈ കേസിൻ്റെ ആ വാദത്തിന് ശേഷം വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി വാദമില്ല. എന്തായാലും 20-ാം തീയതി, അതായത് തിങ്കളാഴ്ച, കോടതി ഈ കേസിൽ വിധി പറയും. കേസിൽ തൂക്കുകയർ കിട്ടാനാണ് സാധ്യത. ഈ ചെന്താമരയുടെ കേസിൽ മറ്റൊരു കൊലപാതക കേസ് കൂടിയുണ്ട്. 2019 കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരുന്നതാണ്. ഈ കേസിൽ എന്തുകൊണ്ടാണ് തൂക്കുകയർ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരേ കുടുംബത്തിൽ തന്നെയുള്ള 3 പേരെയാണ് 2 തവണയായി ചെന്താമര വധിച്ചത്. അതായത് തൻ്റെ കുടുംബത്തിന് ഭീഷണിയാണ് എന്നാരോപിച്ചുകൊണ്ട് അയൽവാസിയായ സജിത എന്ന യുവതിയെയാണ് ചെന്താമര ആദ്യം വെട്ടിക്കൊല്ലുന്നത്. അതിക്രൂരമായിട്ടാണ് ചെന്താമര വെട്ടിക്കൊന്നത്. 2019 ആ കൊലപാതകം നടന്നത്. 2019 കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം 2025 ജനുവരി 27 അയൽവാസികളായ, അതായത് ഈ സജിതയുടെ ആദ്യം കൊന്നുകളഞ്ഞ സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും വീണ്ടും ചെന്താമര കൊലപ്പെടുത്തുന്നു. അതായത് ഒരു കുടുംബത്തിലെ തന്നെ 3 പേരെ 2 തവണയായി, ആദ്യ കൊലക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് രണ്ടാമത്തെ കൊല നടത്തുന്നത്. അതിക്രൂരമായ കൊലപാതകം. കൊല ചെയ്യാൻ ചെന്താമരയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചെന്താമരെ വെട്ടിയും കുത്തിയും അതിക്രൂരമായി ആരെ വേണമെങ്കിലും കൊല്ലും. അത്രമാത്രം പക അയാളുടെ മനസ്സിലുണ്ട് എന്നതിലുപരി ഇയാൾക്ക് ഒരു സീരിയൽ കില്ലറിൻ്റെ മനോനിലയാണുള്ളത്. സൈക്കോ സീരിയൽ കില്ലറായി ഇയാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് അവിടെ 2 കുട്ടികളാണ്. ഈ പറയുന്ന സുധാകരൻ്റെയും സജിതയുടെയും 2 കുട്ടികളാണ് ബാക്കിയുള്ളത്. അവരെയും കൊലപ്പെടുത്തുമെന്ന് ഇദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നു. ഈ പറയുന്ന ചെന്താമരയുടെ ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കൊലപാതകം ഇനിയും ചെന്താമര നടത്തുമെന്ന് ഉറപ്പാണത് കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ബോധ്യവുമാണ്. അങ്ങനെയുള്ള ചെന്താമര കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കുറ്റക്കാരനാണ് എന്ന് ശിക്ഷ വിധിക്കാനായി ഇത്തരത്തിൽ ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അന്ന് ചെന്താമരയോട് കോടതി ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ശിക്ഷ വിധിക്കുന്നു, വധശിക്ഷ വരെ കിട്ടിയേക്കാമെന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. മാത്രമല്ല, കൊലപാതകം ഇനിയും നടത്തുമെന്നും തരം കിട്ടിയാൽ ഇനിയും കൊല്ലും, ഇനിയും ആളുകളെ കൊല്ലാനുണ്ട് എന്നൊക്കെയാണ് കോടതിയിൽ ചെന്താമര പറഞ്ഞത്. അങ്ങനെയുള്ള സൈക്കോ സീരിയൽ കില്ലറായ ചെന്താമരയെ രക്ഷിക്കാൻ ചില ശ്രമങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയും പുറത്തിറങ്ങി ബാക്കി കൊലപാതകം കൂടി ചെയ്യണം, അതിന് ചെന്താമരയെ സഹായിക്കാൻ ഇവിടെ ആളുകളുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. അത് ഇന്നത്തെ ഈ കോടതിയിൽ സമർപ്പിച്ച മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതായത് ഈ പറയുന്ന കൊലപാതക കേസിലൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ സാധ്യതയുള്ള കേസുകളിൽ ഈ പറയുന്നത് പോലെ പ്രതിയെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം പ്രതിക്ക് കൗൺസിലിംഗ് നൽകാറുണ്ട്. ആ കൗൺസിലിങ്ങിൽ പ്രതിക്ക് മനംമാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ടാണ് മിറ്റിഗേഷൻ റിപ്പോർട്ട്. അങ്ങനെ ഒരു മിറ്റിഗേഷൻ റിപ്പോർട്ട് ഈ കൗൺസിലിങ്ങിന് വിധേയരാക്കുന്നവർ കോടതിക്ക് നൽകും. വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും എല്ലാം ഈ റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ചെന്താമരയ്ക്ക് വലിയ മനംമാറ്റം ഉണ്ടായിരിക്കുന്നുവെന്നാണ്. ചെന്താമര ഇപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ചെന്താമര ഇപ്പോൾ തീർത്തും മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. ഇത് വധശിക്ഷ ഒഴിവാക്കാനുള്ള അവസാനത്തെ അടവാണ്. മാത്രമല്ല, രണ്ടാമതൊരു അടവ് കൂടി ചെന്താമര പറഞ്ഞിരിക്കുന്നു. താൻ ജയിലിൽ ജോലി ചെയ്തു കൊള്ളാം. ജീവപര്യന്തം ശിക്ഷയാണല്ലോ. ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഈ വർഷം മുഴുവൻ, 10-14 വർഷം മുഴുവൻ ഞാൻ ജയിലിൽ ജോലി ചെയ്തു കൊള്ളാം. അങ്ങനെ ജയിലിൽ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം മുഴുവൻ ഈ പറയുന്ന കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരൻ്റെയും മക്കൾക്ക് കൊടുത്തുകൊള്ളാം എന്നൊക്കെ ഈ ചെന്താമര സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പ്രതിഭാഗം ഇന്ന് കോടതിയിൽ സമർത്ഥിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു. പ്രോസിക്യൂഷൻ എതിർത്തതിന് കൃത്യമായ തെളിവുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കോടതിയിലെ പെരുമാറ്റം കോടതി കണ്ടതാണ്. ചെന്താമരയ്ക്ക് ഒരു മനംമാറ്റവും ഉണ്ടായിട്ടില്ലെന്നും അയാൾ ഇപ്പോഴും സൈക്കോ തന്നെയാണെന്നും അയാൾക്ക് ഇപ്പോഴും ഒരു സീരിയൽ കില്ലറിൻ്റെ മനസ്സ് തന്നെയാണെന്നും കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. ചെന്താമര ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം കോടതിയിൽ അങ്ങനെ പെരുമാറിയില്ലായിരുന്നുവെങ്കിൽ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് അടക്കം കോടതി വിശ്വസിക്കാം. ഒരുപക്ഷെ ജീവപര്യന്തം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ
അയാൾക്ക് ജീവപര്യന്തം കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ പരോളിനും മറ്റും ഇറങ്ങി വീണ്ടും കൊലപാതകങ്ങൾ നടത്താൻ ചെന്താമര ശ്രമിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കേരളം മുഴുവൻ അത് കണ്ടതാണ്. എന്നിട്ട് പോലും ചെന്താമരയ്ക്ക് പഞ്ചപാവം എന്ന രീതിയിൽ മിറ്റിഗേഷൻ റിപ്പോർട്ട് കൊടുത്ത് രക്ഷപ്പെടുത്താൻ പലരും ശ്രമിച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടിയാകാം, ഫീസിന് വേണ്ടിയാകാം, പക്ഷേ അതിനും ഇവിടെ ശ്രമമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അച്ഛനും അമ്മയും അമ്മുമ്മയും നഷ്ടപ്പെട്ട് ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന 2 പെൺകുട്ടികൾ, അവരുടെ സുരക്ഷയെപ്പോലും ഈ പറയുന്ന നരാധമന്മാർ, ചെന്താമരയേക്കാൾ ക്രൂരബുദ്ധിയുള്ള നരാധമന്മാരാണ് ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ആ നരാധമന്മാർക്ക് ബോധമില്ലാതെ പോയി ഈ പെൺകുട്ടികളുടെ സുരക്ഷ പോലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു ബോധം പോലും ഈ പറയുന്ന ആളുകൾക്കുണ്ടായിരുന്നില്ല. പണത്തിന് വേണ്ടി അവർ എന്തും ചെയ്യും. അങ്ങനെ ചെന്താമരയെ രക്ഷിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ, തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ് ഇന്ന് നമ്മൾ കോടതിയിൽ കണ്ടത്. പഞ്ചപാവമാണ് ചെന്താമര എന്ന മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ പോയിരിക്കുന്നു. മാത്രമല്ല, ജയിലിൽ ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവൻ ഈ പെൺകുട്ടികൾക്ക് നൽകാമെന്ന രീതിയിൽ ഒരു വാഗ്ദാനവും കോടതിയിൽ നൽകിയിരിക്കുന്നു. ഇന്ത്യയിൽ ഈ പറയുന്നത് പോലെയുള്ള പണം നൽകി, ഇത്തരത്തിൽ ചോരപ്പണം നൽകി പ്രതിയെ രക്ഷപ്പെടുത്തുന്ന രീതിയൊന്നുമില്ല. എന്നിട്ട് കൂടി ഇങ്ങനെ പണം നൽകിക്കൊള്ളാമെന്നൊക്കെ വളരെ വിചിത്രമായി കോടതിയിൽ വാദിച്ചിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം കോടതിയിൽ വളരെ സൈക്കോ എന്ന രീതിയിൽ പെരുമാറിയ ചെന്താമരയ്ക്ക് നന്ദി പറയുകയാണ് കേരളം വേണ്ടത്. ആ പെർഫോമൻസ് കേരളം കണ്ടതാണ്, കോടതി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ ചെന്താമരയുടെ പണം വാഗ്ദാനവുമെല്ലാം വൃഥാവിലാകാനാണ് സാധ്യത. 20-ാം തീയതി കോടതി തൂക്കുകയർ വിധിച്ചില്ല എങ്കിൽ തീർച്ചയായും അതൊരു വലിയ അനീതിയായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട.